വെയിലത്തോട്ട് ഇറങ്ങിയാലുടൻ തലവേദന വരുന്ന ആളുകൾക്കായിട്ട് നമ്മളൊരു വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ചെയ്യുകയുണ്ടായി. ഏകദേശം 1.5 മില്യൺ ആളുകൾ കണ്ട ഈ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഒക്കെ കമന്റ് ചെയ്യുകയുണ്ടായി. ചിലർക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ച് വെയിലത്ത് പോയി കഴിഞ്ഞാൽ തലവേദന കുറയുന്നു, ചിലർക്ക് കുട ചൂടിക്കൊണ്ട് പോയാൽ തലവേദന കുറയുന്നു എന്ന് പറയുന്നു, ചിലർക്ക് എപ്പോഴും വെയിലത്തിറങ്ങിയാൽ തലവേദന ഉണ്ട്, ചില ആളുകൾക്കാണെങ്കിൽ ഇടയ്ക്ക് മാത്രമേ വെയിലത്തിറങ്ങുമ്പോൾ തലവേദന ഉണ്ടാകുന്നുള്ളൂ. ഇത്തരത്തിൽ പല അനുഭവങ്ങൾ പല വ്യക്തികളും പറയുമ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പല കമന്റുകളും വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ രോഗവും അതല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ രോഗവും വ്യത്യസ്തമാണെന്നും വ്യക്തിഗതമാണെന്നും. ഇത്തരത്തിൽ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഓരോ രോഗത്തെയും കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തുകയും അവരവരുടെ ശാരീരിക മാനസിക പ്രത്യേകതകൾ എടുത്തുകൊണ്ട് ചികിത്സിച്ചാൽ മാത്രമേ ഈ രോഗികൾക്ക് അവർക്ക് ആശ്വാസം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കേവലം വേദന സംഹാരികൾ കൊണ്ടോ വെയിലത്തിറങ്ങുമ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ചതുകൊണ്ടോ വെയിലത്തിറങ്ങാതിരുന്നത് കൊണ്ടോ ഒന്നും ഇതിന് പരിഹാരമാകുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഒരേപോലത്തെ ബുദ്ധിമുട്ടുകൾ അതല്ലെങ്കിൽ വെയിലുമായിട്ട് ബന്ധപ്പെട്ട് തലവേദന വരുന്ന ആളുകൾക്കെല്ലാം തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പല രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞു കാണുമല്ലോ. ഇത്തരത്തിലുള്ള ആളുകൾ അവരവരുടെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കുകയും ആ രോഗത്തെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയൊക്കെ ചികിത്സകൾ എടുത്തിട്ടും വിവിധ തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചിട്ടും ഒരുപാട് പ്രിക്കോഷണറി മെഷേഴ്സ് നമ്മളുടെ ലൈഫ് ഡിസിപ്ലിൻ ആക്കാനെല്ലാം ഉള്ള ശ്രമങ്ങൾ നടന്നിട്ടുമെല്ലാം നിങ്ങളുടെ തലവേദന എന്തുകൊണ്ടായിരിക്കും മാറാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ.